നമസ്കാരം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ഒരു വശത്ത് കടുത്ത ധനപ്രതിസന്ധി, മറുവശത്ത് കൊടിയ തൊഴിലില്ലായ്മ. ഇതൊക്കെ കാരണം വിദേശത്തേക്ക് ചേക്കേറാനൊരുങ്ങുന്ന വിദ്യാർത്ഥികളും തൊഴിൽ തേടി അലയാൻ നിൽക്കുന്ന യുവജനങ്ങളും. രൂക്ഷമാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം. 60 കഴിഞ്ഞവരുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം ഇന്ത്യയിൽ 7% എന്നിരിക്കെ കേരളത്തിൽ അത് 20%-ത്തിലും മുകളിലാണ്. അങ്ങനെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിലക്കയറ്റം, ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ പ്രശ്നങ്ങളിലൂടെ ഇവിടെ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിദേശ പണത്തിൻ്റെ ഒഴുക്കിൽ ഉണ്ടാകുന്ന കുറവ്, വിനോദസഞ്ചാര മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി, അങ്ങനെ UDF സർക്കാരിന് നേരിടേണ്ട വെല്ലുവിളികൾ പലതാണ്. മുൻഗണന കൊടുത്ത് നടപ്പാക്കേണ്ട ഇലക്ഷൻ ക്ഷേമ വാഗ്ദാനങ്ങളാണ് മറുവശത്ത്. അത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് കാലതാമസം കൂടാതെ തന്നെ നടപ്പാക്കേണ്ടവയുമാണ്. എന്നാൽ ഇച്ഛാശക്തിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു ഗവൺമെന്റിന് ഈ കടമ്പ കടക്കാനാകും. ഏതാനും ചില മാർഗങ്ങൾ പരിശോധിക്കാം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർവീസിലെയൊക്കെ പോലെ ശമ്പള പരിഷ്കരണം ഇവിടെയും 10 വർഷത്തിലൊരിക്കൽ ആക്കുക. നിലവിൽ 5 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കുന്നത്. ഇപ്പോൾ 12ാം ശമ്പള കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. അത് ഏത് അവസ്ഥയിലാണെന്നൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ ശമ്പള കമ്മീഷൻ കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച DA ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോഴും കൊടുത്തു തീർക്കാൻ ഒരുപാട് ബാക്കിയുള്ളപ്പോഴാണ് പുതിയ ശമ്പള കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സത്യത്തിൽ 10 വർഷത്തിൽ ഒരിക്കൽ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനെ രക്ഷിക്കുക എന്ന് മാത്രമല്ല, ജീവനക്കാരെയും രക്ഷിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വരെ 16 സ്റ്റാഫ് അംഗങ്ങളെ ഉള്ളൂ. എന്നാൽ കേരളത്തിലെ മന്ത്രിമാർക്കോ ചുരുങ്ങിയത് 20 സ്റ്റാഫ് കാണും, അങ്ങ് കൂടിയത് 30. 20നും 30നും ഇടയിലാണ് കേരളത്തിലെ മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം. അതുപോലെ തന്നെയാണ് PSCയുടെ കാര്യവും. അങ്ങ് IAS, IPSകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന UPSCക്ക് 11 അംഗങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ കേരള PSCക്ക്, ഈ ഇട്ടാവട്ടത്തുള്ള നമ്മുടെ കേരള PSCക്ക് 21 അംഗങ്ങളാണുള്ളത്. ക്ഷേമ ബോർഡുകളെല്ലാം പിരിച്ചുവിട്ട് ഇതെല്ലാം ഒറ്റ ബോർഡിൻ്റെ കീഴിലാക്കണം. അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ബോർഡിൻ്റെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ 40ലേറെ ക്ഷേമനിധി ബോർഡുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്തിനാണ്? 40 ബോർഡിനും ഓരോ ചെയർമാൻ കാണും, അംഗങ്ങൾ കാണും. ഒരു രാഷ്ട്രീയ നിയമനങ്ങൾ നടത്താനുള്ള ഓരോ സ്രോതസ്സായിട്ട് മാത്രമാണ്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഈ ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് നമുക്കറിയുന്ന ക്ഷേമനിധി പെൻഷൻ? 2000 രൂപ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന വയോജന പെൻഷൻ. എന്നാൽ റിട്ടയർമെൻറ്റ് ആനുകൂല്യമായിട്ട് പെൻഷൻ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കയർ തൊഴിലാളി, പിന്നെ അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അങ്ങനെ ഒരുപാട് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ ഒരുപാട് ക്ഷേമനിധി ബോർഡുകൾ ഉണ്ട്. അപ്പോൾ ഈ ബോർഡുകളിൽ അവർ മാസാമാസം ജോലി ചെയ്യുന്ന സമയത്ത് 100 രൂപ വെച്ചൊക്കെയാണ് അടയ്ക്കുന്നത്. ഇത്രയും പൈസ അവരുടെ അവിടെ കിടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ എത്രയാണെന്നറിയാമോ? 600 രൂപ, 800 രൂപ. അത് മാസങ്ങളോളം കുടിശ്ശികയാണ്. എന്നാൽ തൊഴിൽ പോയോ പോയില്ലേ എന്ന് ഉറപ്പില്ലാത്തവർക്ക് വരെ 60 വയസ്സ് കഴിഞ്ഞാൽ 2000 രൂപ നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് തൊഴിൽ ചെയ്തവർക്ക് ക്ഷേമനിധി ബോർഡിൻ്റെ പേരിൽ ആനുകൂല്യം പറ്റുന്ന രാഷ്ട്രീയക്കാർ ഈ അവഗണന അവരോട് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ബോർഡ് തന്നെ എന്തിനാണ്? ക്ഷേമം എല്ലാവർക്കും ഒരേപോലെയല്ലേ? അല്ലാതെ ഈ തയ്യൽ തൊഴിലാളിക്ക് ഒരു ക്ഷേമവും കയർ തൊഴിലാളിക്ക് വേറെ ക്ഷേമവും ഉണ്ടോ? എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? വിഭവ സമാഹരണം കാര്യക്ഷമമാക്കണം. നികുതി വെട്ടിപ്പ് സംസ്ഥാനത്ത് അതിഭയങ്കരമാണ്. അത് തടയാനുള്ള നടപടിയെടുക്കണം. നികുതി കുടിശ്ശിക വരാതെ നോക്കണം. നികുതിയേതര വരുമാനത്തിന് ഒരു ജാഗ്രത കാട്ടണം. അപ്പോൾ നികുതിയേതര വരുമാനങ്ങൾ കാര്യക്ഷമമായി പിരിച്ചെടുത്താൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കാര്യക്ഷമതയോടെ വകമാറ്റാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം ചെലവഴിച്ച് അതിന് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ചെയ്ത് ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയച്ചു കൊടുത്താൽ കിട്ടാനുള്ള എല്ലാ ഫണ്ടും മേടിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ കേന്ദ്രത്തിന് പഴിചാരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ റിപ്പോർട്ടുകൾ കൃത്യമായി ഫയൽ ചെയ്യാതെ ഓഡിറ്റ്, ഒരു കിട്ടിയ ഫണ്ട് വ്യക്തമായി ചെലവാക്കിയതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ ചെയ്യാതെ അങ്ങനെയുള്ള ഫയലുകൾക്കാണ് പലപ്പോഴും ഫണ്ട് കിട്ടാതെ കാലതാമസം വരുന്നത്. നമ്മൾ ഒരു സൈഡ് മാത്രമാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാക്സിമം കേന്ദ്ര ഫണ്ടുകൾ നമ്മൾ കാര്യക്ഷമമായി തന്നെ മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കാനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കാനായിട്ട് വിദേശത്ത് വിദ്യാർത്ഥികൾ പോകുമ്പോൾ ഇവിടുത്തെ പൈസയാണ് നമ്മൾ കൊണ്ടുപോയി പുറത്ത് ചിലവാക്കുന്നത്. ജോലിക്ക് പോകുമ്പോൾ അതേ കണക്കല്ല. ഇവിടുത്തെ ഒരു തൊഴിലില്ലായ്മ ഇല്ലാണ്ടാവും. മറിച്ച് അവർ തൊഴിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കാശ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാശ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യും. എന്നാൽ പഠിക്കാൻ പോകുമ്പോൾ റിവേഴ്സാണ്, ഇവിടുത്തെ പൈസയാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തോ അതെല്ലാം ചെയ്ത് കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം.
ഭരണം കാര്യക്ഷമമാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഉപയോഗിക്കുക. അതിൽ പ്രാവീണ്യമുള്ളവരെ ഭരണതലത്തിലൊക്കെ നിയമിക്കുക. പാഴ്ചെലവുകൾ കംപ്ലീറ്റ്ലി വെട്ടിച്ചുരുക്കുക. കാര്യക്ഷമത എന്ന മന്ത്രം ചൊല്ലി മുന്നേറിയാൽ കടമ്പകൾ ഓരോന്നായി മറികടക്കാം. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്, വി ഡി സതീശൻ ആൻഡ് ടീം.